മാതൃഭൂമി എന്ന് പറയുന്ന ദേശവിരുദ്ധ പത്രം. എന്താണ് ദേശവിരുദ്ധ പത്രം? ഇത് വലിയ ദേശീയ പ്രസ്ഥാനത്തിന് ഊർജം പകർന്ന പത്രം ഒക്കെ ആയിരുന്നു അല്ലെ ഒരു കാലത്ത്. ഇന്ന് നമ്മുടെ രാജ്യത്തെ ശിഥിലമാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ രാജ്യത്തെ അപകടത്തിലാക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെ ശ്രമിക്കുന്നുണ്ടോ അവർക്കൊക്കെ ഊർജം പകരുന്ന പത്രമായി മാതൃഭൂമി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം ഞാൻ പല വീഡിയോകളിലൂടെയും ഞാൻ പറഞ്ഞു. ഓരോ ദിവസവും ഞാൻ കരുതും വേണ്ട 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 എന്ന് കരുതുമ്പോഴും ഈ പത്രം പറയിപ്പിക്കുകയാണ്. പറഞ്ഞേ തീരൂ. ആരെങ്കിലുമൊക്കെ പറയണ്ടേ? ജന്തർ മന്ദിറില് അഭിജിത് ദീപ്കെ എന്ന് പറയുന്ന വിദേശത്ത് നിന്ന് എത്തിയ, അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ വിദേശത്ത് നിന്ന് പറന്നെത്തി ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം ആകെ കുത്തഴിഞ്ഞു കിടക്കുകയാണ്, അതിനെ രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവന്റെ കുറെ ആളുകളെ കൂട്ടിക്കൊണ്ട് ജന്തർ മന്ദിറിൽ ഒരു കലാപ ശ്രമം നടത്തി. നമ്മൾ കണ്ടതാണത് അല്ലേ? ഡൽഹി പോലീസ് തന്നെ പറയുന്ന പോലെ 2847 കൊടും ക്രിമിനലുകൾ. അതിനുശേഷം നമ്മുടെ പത്രത്തിൽ വന്ന വാർത്ത എന്താണ്? ജെയ്ഷെ മുഹമ്മദിന്റെ പിൻബലം, പാകിസ്ഥാനിലെ ISI ഭീകരരുടെ പിൻബലം, ഇവരൊക്കെ കൂടി ഈ രാജ്യത്തെ കൂട്ടക്കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച അതിഭീകരമായ അല്ലെ ഏറ്റവും വലിയൊരു ഗൂഢാലോചന അതായിരുന്നു ജന്തർ മന്ദിറിൽ നടന്നത്. പക്ഷേ രാജ്യം വളരെ തന്ത്രപരമായി, നമ്മുടെ കേന്ദ്ര സർക്കാർ വളരെ തന്ത്രപരമായി മുട്ടുമടക്കിക്കൊണ്ട് ആ പ്രക്ഷോഭകാരികളുടെ മുഴുവൻ ആവശ്യങ്ങളും ഞങ്ങൾ അംഗീകരിക്കാം, നിങ്ങൾ സമരം നിർത്തൂ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ തന്ത്രപരമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് മാത്രം അവിടെ ഒരു രക്തപ്പുഴ ഒഴുകിയില്ല. യഥാർത്ഥത്തിൽ ഈ പറയുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ മറവിൽ അവിടെ അരങ്ങേറിയത് രാജ്യത്തെ മുഴുവനും ശിഥിലമാക്കിക്കൊണ്ട് ഇവിടെ ഏറ്റവും വലിയ ഒരു രക്തപ്പുഴ ഒഴുക്കാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദി ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇതിന് സഹായം നൽകിയ ആൾക്കാർക്കൊക്കെ അറിയാം, ഒരുപാട് കാലത്തേക്ക് ഇന്ത്യയിൽ BJP ഭരണത്തെ മാറ്റാൻ ഈ പറയുന്ന ഇവിടെ പ്രതിപക്ഷങ്ങൾക്കോ, ഇന്ത്യ മുന്നണിക്കോ, അല്ലെങ്കിൽ കോൺഗ്രസിനോ, CPM-നോ, അതുപോലുള്ള ഈ പ്രതിപക്ഷങ്ങളൊക്കെ ഒരുമിച്ചാലും BJP-യെ തടുത്തു നിർത്താനാവില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പാർട്ടികൾ ഒരു രാജ്യവിരുദ്ധ സമരം നടത്തുകയാണെങ്കിൽ ആയിക്കോട്ടെ, ഞങ്ങളുടെ പൂർണ്ണ പിന്തുണ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസുകാരും CPM-കാരും ഒക്കെ പാർട്ടാ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത് നമ്മൾ കണ്ടു. ആ പാർട്ടാ സമരം നമ്മുടെ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ തനി ആവർത്തനമാണെന്ന് പറയുന്നത്. ഇങ്ങനെ പറയാൻ തൊലിക്കട്ടി ചില്ലറയൊന്നും പോരെ കേട്ടോ. ഈ അധമ പത്രം ഈ എഡിറ്റോറിയലിലൂടെ പറയുന്നത് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ക്വിറ്റ് ഇന്ത്യ സമരം അതിന്റെ തനി ആവർത്തനമാണത്രേ. അതായത് അന്ന് ബ്രിട്ടീഷുകാരെ ഓടിപ്പിക്കാൻ വേണ്ടിയിട്ട്, ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ജനത അവരുടെ എക്കാലത്തെയും നമ്മുടെ സ്മരണകളിൽ ഇരമ്പുന്ന ആ ക്വിറ്റ് ഇന്ത്യ സമരം ഉണ്ടല്ലോ, ആ സമരത്തെ എടുത്ത് പ്രതിഷ്ഠിക്കുകയാണ്. പാറ്റകൾ നടത്തിയ, കൂറകൾ നടത്തിയ ഈ രാജ്യവിരുദ്ധ കലാപത്തെ ഈ പറയുന്ന അധമ പത്രം. നിങ്ങൾ വായിച്ച ഞെട്ടിപ്പോകും എഡിറ്റോറിയൽ. എങ്ങനെ തോന്നുന്നു ഇത് മാതൃഭൂമിയുടെ വായനക്കാർ ഇന്ന് എങ്ങനെയാണ് ഈ എഡിറ്റോറിയൽ വായിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ എഡിറ്റോറിയൽ മുഴുവനും വായിച്ച ഒരു മാതൃഭൂമി വായനക്കാരൻ നാളെ മുതൽ ഈ പത്രം കൈകൊണ്ട് തൊടില്ല. ആ രീതിയിലാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തെ പോലും അപഹസിക്കുകയാണ് ഈ 84-ാം വാർഷികത്തിൽ മാതൃഭൂമി ചെയ്യുന്നത്. ഈ മഹത്തായ ക്വിറ്റ് ഇന്ത്യ സമരത്തെ അപലപിക്കുന്നു, അതിനെ അധിക്ഷേപിക്കുന്നു. ആ സമരമാണത്രേ, അതേപോലുള്ള സമരമാണത്രേ ഇവിടെ ജന്തർ മന്ദറില് അഭിജിത് ദീപ്കെ. ആരാണ് അഭിജിത് ദീപ്കെ? മഹാത്മാഗാന്ധിയാണ്, ഭഗത് സിംഗ് ആണെന്നൊക്കെ പറയുന്നത്. മഹാത്മാഗാന്ധിയെ പോലെ, ഭഗത് സിംഗിനെ പോലെ രാജ്യത്തിന് വേണ്ടി ഈ അഭിജിത് ദീപ്കെയും സൗരവ് ദാസും ഒക്കെ ഉമർ ഖാലിദിന്റെ കൂടെ അർമാദിക്കുന്നവർ, രാജ്യവിരുദ്ധ ശക്തികളുടെ കൂടെ അർമാദിക്കുന്നവർ, ആസാദി മുദ്രാവാക്യം വിളിക്കുന്നവർ, ഇന്ത്യൻ സൈന്യത്തെ ഫക്ക് ദ ഇന്ത്യൻ ആർമി എന്ന ഈ പ്ലക്കാർഡുകൾ ഉയർത്തുന്നവർ, ഉമർ ഖാലിദിനെ വിട്ടയക്കണമെന്ന് പറയുന്നവർ, ഈ കാശ്മീരിനെ പാകിസ്ഥാൻ കൊടുക്കണമെന്ന് പറയുന്നവർ, ഇവര് മഹാത്മാഗാന്ധിയെ പോലെ, ഭഗത് സിംഗിനെ പോലെ നമ്മുടെ രാജ്യത്തെ മോചിപ്പിക്കാൻ എങ്ങനെയാണോ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നിന്ന് നമ്മുടെ നാട്ടിന് സ്വാതന്ത്ര്യം നേടിയെടുത്തത്, അതേപോലെ നരേന്ദ്രമോദിയുടെ കിരാത ഭരണത്തിൽ നിന്ന് ഇന്ത്യയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അഭിജിത് ദീപ്കെ വരുന്നു. ഞാൻ നിങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. നിങ്ങൾ കേൾക്കണത് ഒരു പത്രം ചെയ്യുന്ന ചെറ്റത്തരം, ഒരു പത്രം ചെയ്യുന്ന തെണ്ടിത്തരം, ഒരു പത്രം ചെയ്യുന്ന തെമ്മാടിത്തരം, അതിൽ കവിഞ്ഞൊന്നും അല്ല ഇത് കേട്ടോ.
അത് കവിഞ്ഞൊന്നുമല്ല. ഇങ്ങനെയൊന്നും അല്ല വിശേഷിപ്പിക്കേണ്ടത്. അതിന്റെ അങ്ങേപ്പുറമാണ്. കണ്ടില്ലെന്ന് നടിക്കരുത്, ചരിത്രത്തിന്റെ തനിയാവർത്തനം എന്ന് പറയുന്നത്. കണ്ടില്ലെന്ന് നടിക്കരുത്, ചരിത്രത്തിന്റെ തനിയാവർത്തനം. ഈ പറയുന്ന ഏത് ക്വിറ്റ് ഇന്ത്യ സമര ചരിത്രത്തിന്റെ തനിയാവർത്തനം. അത് കണ്ടില്ലെന്ന് നടിക്കരുത്, ആഹ്വാനം ചെയ്യുകയാണ് എഡിറ്റോറിയലിലൂടെ. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ശതാഭിഷേകം ആഘോഷിക്കുന്ന കാലത്ത് തന്നെ ഇന്ത്യയിൽ ഭരണകൂടത്തെ പിടിച്ചു കുലുക്കിയ, എന്താണ്, ഇന്ത്യയിൽ ഭരണകൂടത്തെ പിടിച്ചു കുലുക്കിയ പുതുതലമുറ സമരമുണ്ടായത് യാദൃച്ഛികമാവാം. ഇതാണ് ആദ്യത്തെ സെന്റൻസ്. ഇന്ത്യൻ ഭരണത്തെ പിടിച്ചു കുലുക്കിയത്രേ ഈ പറയുന്ന 1000-1500 പാറ്റകള്. ഇവിടുന്ന് രജനി ഹരിദാസും വേടനൊക്കെ അവിടെ എത്തി. അവിടെ 2 ഗുണ്ടാപ്പാട്ട് പാടിയതിന് നരേന്ദ്രമോദി കിടുങ്ങിയത്രേ, നരേന്ദ്രമോദി വിറച്ചത്രേ. എന്ത് തമാശയല്ലേ. ഇന്ത്യൻ ഭരണകൂടത്തെ പിടിച്ചു കുലുക്കി എന്നാണ് ഈ പറയുന്ന അഥവാ പത്രം പറയുന്നത്. ജന്തർ മന്ദറില് 4-5 വിദ്യാർത്ഥികള് ഒച്ചപ്പാടും ബഹളും ഉണ്ടാക്കിയപ്പോ ഇന്ത്യൻ ഭരണകൂടമൊക്കെ ഇങ്ങനെ വിറച്ചു പോയത്രേ. ഇത് അസാമാന്യ തൊലിക്കട്ടിന്ന് പോരട്ടോ, അസാമാന്യ തൊലിക്കട്ടിന്ന് പോരാ. കണ്ടാമൃഗം വരെ നാമിച്ചു പോകും. എനിക്കൊന്നല്ല, എന്റേതൊന്നല്ല തൊലിക്കട്ടി, സാക്ഷാൽ തൊലിക്കട്ടി. ഇതിന്റെ ഈ മാതൃഭൂമിയുടെ അണിയറ പ്രവർത്തകർക്കാണെന്ന് പറയാ. ഇനി തുടങ്ങിയിട്ടേ ഉള്ളൂ. ബാക്കി കേൾക്കണം നിങ്ങൾ. എന്നാൽ അതിലെ അത്ഭുതപ്പെടുത്തുന്ന സമാനതകൾ, നമ്മൾ അത്ഭുതപ്പെട്ടു പോകത്രേ. അതിന്റെ സമാനതകൾ നമുക്കൊരു മുന്നറിയിപ്പാണ്. യുവാക്കളുടെ സമരവും അതിന്റെ വിജയവും നമ്മെ പലതും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ചരിത്രത്തിന്റെ തനിയാവർത്തനമാണ് ഈ ജൻസി വിപ്ലവം. ആ സമരത്തിന്റെ, ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ തനിയാവർത്തനമാണത്രേ. ഇതാദ്യമല്ല ഇന്ത്യയിൽ യുവാക്കൾ മാറ്റത്തിന്റെ പതാകവാഹകരാകുന്നത്. ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കാത്തവർക്ക് മുമ്പിൽ ചരിത്രം ആവർത്തിക്കുക സ്വാഭാവികമാണ്. ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കാത്തവർക്ക് മുന്നിൽ ചരിത്രം ആവർത്തിക്കുകയാണത്രേ. എന്നിട്ട് 1942 തുടങ്ങിയ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ പ്രധാന മുദ്രാവാക്യം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നതായിരുന്നു. നേതാക്കളെയെല്ലാം ബ്രിട്ടീഷ് സർക്കാർ അറസ്റ്റ് ചെയ്തപ്പോൾ വഴിമുട്ടിയ സമരത്തെ മുന്നിൽ നിന്ന് നയിച്ചത് രാജ്യത്തെ യുവാക്കളാണ്. അക്കാലത്തെ രാജ്യത്തെ യുവാക്കളെ ആകെ മാതൃഭൂമി അപഹസിക്കുകയാണ്. ആ ക്വിറ്റ് ഇന്ത്യ സമരത്തെ നയിച്ച യുവാക്കൾ ഏതുപോലെ ആയിരുന്നത്രേ? അഭിജിത് ദീപ് കെ പോടെ, സൗരവ് ദാസിനെ പോലെ ഇവിടുത്തെ വിഘടനവാദികൾക്ക് അവരുടെ തോളിൽ കൈവച്ചുകൊണ്ടായിരുന്നു അന്ന് രാജ്യത്തിന് വേണ്ടിയിട്ട്, മാതൃരാജ്യത്തിന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയ യുവാക്കളെ മാതൃഭൂമി അടച്ചാക്ഷേപിക്കുകയാണ്. അവരൊക്കെ കൂറകളാണെന്ന് പറയുന്നത്, അവരൊക്കെ പാറ്റകൾ, നമ്മുടെ പറ്റകൾ അവരിൽ നിന്ന് എന്താ പറയാ ഊർജം ഉൾക്കൊണ്ടുവിട്ടാണത്രേ പാറ്റകളത്രേ. ജനതയുടെ അനുവാദമില്ലാതെ രാജ്യത്തെ 2ാം ലോക മഹായുദ്ധത്തിലേക്ക് വലിച്ചിട്ടതിന്റെ പ്രതിഷേധം തെരുവുകളിൽ ഇരമ്പി. യുവാക്കൾ ഏറ്റെടുത്തതോടെ സമരത്തിന്റെ ഭാവം മാറി. പൂർണ്ണ സ്വരാജിൽ കുറഞ്ഞൊന്നും സമരയോദ്ധാക്കൾക്ക് സ്വീകാര്യമായിരുന്നില്ല. 1942 ഓഗസ്റ്റ് 9 മുംബൈയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ കണ്ണുവെട്ടിച്ച് ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് അരുണ അസഫ് അലിയാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ വെടിമരുന്നിന് തീയിട്ടത് എന്ന് ആ പഴയകാല ചരിത്രം ഓർമ്മിച്ചുകൊണ്ട് മാതൃഭൂമി പറയുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ബഹിഷ്കരിക്കലിൽ തുടങ്ങി. ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ ആശയവിനിമയ ശൃംഖല തകർക്കാൻ വരെ അത് നീണ്ടു. പഴയകാല സംഭവങ്ങളിൽ ഇങ്ങനെ മാതൃഭൂമി അഭിരമിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത്, സർക്കാർ ഓഫീസുകൾ കത്തിച്ചു. ഹസാരിബാഗ് ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട ആസാദ് ദസ്ത എന്ന രഹസ്യ സംഘമുണ്ടാക്കി. ജയപ്രകാശ് നാരായണൻ ഗറില്ല പോര് തുടങ്ങി. കോൺഗ്രസ് റേഡിയോ നടത്തി. നേതാക്കളുടെ പ്രസംഗങ്ങൾ രഹസ്യമായി പ്രചരിപ്പിച്ച് 22കാരിയായ ഉഷാ മേത്ത സമരത്തിന് തീ പകർന്നു. ലഘുലേഖകൾ വിതരണം ചെയ്ത് യുവാക്കളെ സംഘടിപ്പിച്ച് രാം മനോഹർ ലോഹിയും അച്യുത് പട്വർദ്ധനും സമരത്തിന് ഇരട്ടഞ്ചിനായി. ദേശീയ പതാക ഏന്തി ബ്രിട്ടീഷുകാരുടെ വെടിയേറ്റ് 73കാരിയായ മാതങ്കിരി ഹസ്ര മരിച്ചു വീഴുമ്പോൾ ഒപ്പം വെടികൊണ്ടു വീണ അസമിലെ കനകലതാ ബറുവയ്ക്ക് പ്രായം 17 ആയിരുന്നു. ഓഗസ്റ്റ് 11 പട്ന സെക്രട്ടേറിയറ്റിന് മുകളിൽ ദേശീയ പതാക ഉയർത്താൻ ശ്രമിക്കവേ വെടിയേറ്റ് ചിതറിയ 7 പേർ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളായിരുന്നു. ബ്രിട്ടീഷ് സൈനികർ സഞ്ചരിച്ച തീവണ്ടി അട്ടിമറിക്കാൻ ശ്രമിച്ചതിന് തൂക്കിലേറ്റപ്പെടുമ്പോൾ ഹേമോ കാലാനി എന്ന വിദ്യാർത്ഥിക്ക് വയസ്സ് 19. അങ്ങനെ ആ ദേശീയ സമരത്തെ അതിൽ യുവാക്കൾ നിർവഹിച്ച പങ്കിനെ മഹത്വവൽക്കരിച്ചുകൊണ്ട് മാതൃഭൂമി ഉറകളിലേക്ക് ഇങ്ങനെ കടക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ രക്തനക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ പേരുള്ളതും ഇല്ലാത്തതുമായ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും യുവാക്കളും ഉണ്ടായിരുന്നു. നിർണായക ഘട്ടത്തിൽ നേതൃത്വമില്ലാതെ ചിതറിപ്പോവുമായിരുന്ന ധർമ്മയുദ്ധത്തെ ജനകീയ വിപ്ലവമാക്കി മാറ്റിയത് ആ യുവാക്കളാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത ആ യുവാക്കളാണ്. എല്ലാം ശരി തന്നെ അല്ലേ? എല്ലാം ശരി തന്നെയാണ്. എന്നിട്ട്
അന്നത്തെ യുവാക്കളുടെ പുതിയ തലമുറയാണ്. അവിടെയാണ് മാതൃഭൂമിയുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച ആ വിഷം ഉണ്ടല്ലോ, ആ വിഷം ഇങ്ങനെ ചീറ്റുകയാണ്. മാതൃഭൂമി പറയുകയാണ്, എന്താണ് അന്നത്തെ യുവാക്കളുടെ, ഇപ്പം പറഞ്ഞില്ലേ കുറെ യുവാക്കളുടെ കാര്യം, അന്നത്തെ ആ യുവാക്കളുടെ പുതിയ തലമുറയാണ് ഇന്ന് ഇന്ത്യക്ക് പ്രതീക്ഷയായി മാറിയ പാറ്റകൾ. ഇന്ത്യക്ക് പ്രതീക്ഷയാണത്രേ പാറ്റകൾ. ഇവനോടൊക്കെ ആരാ പറയുന്നത്? ഈ മാതൃഭൂമി നടത്തുന്ന ഈ ഒരു വകക്ക് കൊള്ളാത്തവരോട് ഇവരാണോ പ്രഖ്യാപിക്കുന്നത്? ഇവരാണോ ഈ രാജ്യത്തെ മൊത്തം യുവാക്കളുടെ അട്ടിപ്പേറവകാശം മാതൃഭൂമിക്കാണോ? അന്നത്തെ യുവാക്കളുടെ പുതിയ തലമുറയാണത്രേ ഇന്ന് ഇന്ത്യക്ക് പ്രതീക്ഷയായി മാറിയ പാറ്റകൾ. ക്വിറ്റ് ഇന്ത്യ സമരം കഴിഞ്ഞ് 84 വർഷം പിന്നിട്ടിട്ടും രാജ്യത്തെ യുവാക്കൾ അസംതൃപ്തരാണ് എങ്കിൽ അത് ഗുരുതരമായ തകരാറാണ് എന്ന് നമ്മൾ അംഗീകരിച്ചേ തീരൂ എന്നാ പറയുന്നത്. കഴിഞ്ഞ 12 വർഷമായി 3 തവണ തുടർച്ചയായി BJP ഭരിക്കുകയാണ്. എന്താ അത്ര മോശമായിരുന്നെങ്കിൽ, ഇവിടുത്തെ യുവാക്കൾക്ക് ആകെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരുന്നുവെങ്കിൽ നരേന്ദ്രമോദിക്ക് എന്തിന് 2ാം തവണ നിങ്ങൾ അധികാരം കൊടുത്തു? എന്തിന് 3ാം തവണ അധികാരം കൊടുത്തു? ഇവിടെ മുഴുവൻ ഒരു മുന്നണിയില്ലായിരുന്നു, ഇന്ത്യ മുന്നണിക്ക് എന്തുകൊണ്ട് ഭരണം പിടിക്കാൻ പറ്റിയില്ല? കാരണം ഈ രാജ്യത്തെ യുവാക്കൾ ഉൾപ്പെടെ നരേന്ദ്രമോദിക്കൊപ്പമാണ്, BJPക്കൊപ്പമാണ്. അത് ഇതുവരെ ഈ മണുകൂടാഞ്ചമാർക്ക് മനസ്സിലായില്ല. ഇവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ 12 വർഷം നരേന്ദ്രമോദി ഓട് പൊളിച്ചിട്ട് ഇറങ്ങി പാർലമെന്റിൽ വന്നിരുന്നതാണ് എന്നാണ് മാതൃഭൂമി പത്രം പറയുന്നത്. 3 തവണ രാജ്യത്തെ ജനങ്ങൾ അധികാരത്തിലെത്തിയ നരേന്ദ്രമോദി, ആ ജനങ്ങളെയാണ് ഈ പത്രം അപഹസിക്കുന്നത്. രാജ്യത്തിന്റെ തകരാറിലായ ഭരണയന്ത്രം ശരിയാക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ജന്തർ മന്ദറിൽ കൂടിയ ആൾക്കാരുടെ ലക്ഷ്യം എന്താ? ഭരണയന്ത്രം നന്നാക്കാൻ വേണ്ടിയിട്ട് അവർ വന്നത്രേ. ഭരണയന്ത്രം നന്നാക്കാൻ വേണ്ടിയിട്ട് ISI ഭീകരർ, ജെയ്ഷെ മുഹമ്മദ്, ഇതിന്റെയൊക്കെ കൂടെ അഭിജിത്ത് ഒക്കെ പറഞ്ഞിറങ്ങിയത് ഇവിടുത്തെ ഭരണയന്ത്രം, നരേന്ദ്രമോദിയുടെ ഭരണയന്ത്രം ഒന്ന് നന്നാക്കിക്കാളാ. അതുകൊണ്ട് പാകിസ്ഥാനിന്ന് ജെയ്ഷെ മുഹമ്മദിനെയും ഈ പറയുന്ന ISI ഭീകരരെയൊക്കെ കൂട്ടിയിട്ട് നമുക്ക് ബെഡേ കൗണ്ട് എന്ത് ചെയ്യാ, ബെഡേ കൗണ്ട് നമുക്ക് അടിച്ച് പൊളിക്കാന്ന് പറയാണ്ട് അഭിജിത്ത് ഒക്കെ വന്നതാണ്. യുവാക്കളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് അവരല്ലാതെ വേറെ ആരാണ് തെരുവിലിറങ്ങേണ്ടതെന്ന് ചോദിക്കാണ്. എടോ, പിന്നെ ഈ നാട്ടിൽ തെരഞ്ഞെടുപ്പും വേണ്ടേ മാതൃഭൂമിക്കാരാ? ഓരോ 5 വർഷം കൂടുമ്പോൾ ആ ഭരണം നല്ലതെങ്കിൽ മാറ്റിക്കളയണമെന്നേ. നരേന്ദ്രമോദിയുടെ ഭരണം ശരിയല്ല എങ്കിൽ ഇവിടുത്തെ യുവാക്കൾ മൊത്തം നരേന്ദ്രമോദിക്കെതിരെ വോട്ട് ചെയ്യുന്നേ, BJPക്കെതിരെ വോട്ട് ചെയ്യേ, എന്നിട്ട് നിങ്ങൾ അധികാരം പിടിക്കുക. അതല്ലേ? അത് നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യമല്ലേ? നരേന്ദ്രമോദിയുടെ ഭരണം മോശമാണ് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക, നരേന്ദ്രമോദിയെ അധികാര ഭ്രഷ്ടനാക്കുക, നിങ്ങൾ ഭരിച്ച് കാണിച്ചു കൊടുക്കുക. അതല്ലാതെ നിങ്ങൾ ഇങ്ങനെ ISI ഭീകരന്മാരെയും ജെയ്ഷെ മുഹമ്മദിനെയൊക്കെ വിളിച്ച് രാജ്യത്തെ കൊടും ക്രിമിനലുകളായ 2847 ആൾക്കാരുടെയും കൂട്ടി ജന്തർ മന്ദറിൽ നിന്നിട്ട് നിങ്ങൾ തോന്നിയാസം കളിക്കുക. നിങ്ങൾ ഇന്ത്യൻ ആർമിക്കെതിരെ ഇന്ത്യൻ ആർമി എന്ന് ബാനർ ഉയർത്തുക ചെയ്യുക, കാശ്മീരിനെ പാകിസ്ഥാന് കൊടുക്കണമെന്ന് വിളിച്ചു പറയുക ചെയ്യുക, ആസാദി മുദ്രാവാക്യം വിളിക്കുക ചെയ്യുക, ഹനുമാൻ ക്ഷേത്രത്തിന് കല്ലെറിയുക ചെയ്യുക. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് അതിന് ചൂട്ടുപിടിക്കാൻ ഈ ഒരു അധമ പത്രവും. രാഷ്ട്രീയക്കാരെ ഭയപ്പെടുത്തുന്ന ഭരണകൂട തന്ത്രങ്ങളൊന്നും അവരുടെ മുന്നിൽ വിലപ്പോയില്ല. കാരണം സംഘടനകളോ വ്യക്തികളോ സ്വാർത്ഥ താല്പര്യങ്ങളോ അല്ല, ആശയമാണ് അവരെ നയിച്ചത് അത്രേ. പാറ്റകളെ നയിച്ച ആശയം എന്താ ആശയമായിരുന്നു? ഒറ്റ ആശയം ഉണ്ടായിരുന്നുള്ളൂ, ഇന്ത്യ വിരുദ്ധത എന്ന് പറയുന്ന ആശയം. ആ ആശയത്തിനാണ് അവരവിടെ ഒത്തുകൂടിയത്. അതല്ലാതെ നീറ്റ് പരീക്ഷ ക്രമക്കേടൊന്നുമല്ല. നീറ്റ് പരീക്ഷയിൽ തകരാറുകളൊക്കെ സംഭവിച്ചു, ഒക്കെ ശരി തന്നെ. പക്ഷെ അതൊക്കെ വളരെ കൃത്യമായി അത് അന്വേഷിക്കുകയും അതിനനുസരിച്ചുള്ള നടപടിക്രമങ്ങളൊക്കെ പാലിക്കുകയും ചെയ്തു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് അഭിജിത്ത് വരുന്നത്. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കേന്ദ്ര സർക്കാർ ചെയ്തു. ഇവിടെ CBI അന്വേഷിച്ചു, CBI 13 പേരെ പിടിച്ചു, അല്ലേ? ഇനി ഭാവിയിൽ ഇങ്ങനെ ഇത്തരം പരീക്ഷാ ക്രമക്കേടുകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നിയമങ്ങളൊക്കെ മാറ്റി. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇവൻ വരുന്നത്. ഇവന്റെ ആവശ്യം പരീക്ഷാ ക്രമക്കേട് പരിഹരിക്കണമെന്നല്ല. ഇവന്റെ ആവശ്യം എന്താണ്? നരേന്ദ്രമോദിയെ ഇറക്കുക, നരേന്ദ്രമോദിയെ താഴെ ഇറക്കുക, എന്നിട്ട് ഇവന് കയറിയിരിക്കണം, ഇവൻ അവിടെ കയറിയിരിക്കണം. ഇവന് മാത്രമല്ല, ഇവന്റെ കൂടെ ISI ഭീകരന്മാരെയും ജെയ്ഷെ മുഹമ്മദിനെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് രാജ്യത്തെ മൊത്തം ഈ ഭീകരർക്ക് മുമ്പിൽ അടിയറ വെക്കണമെന്നതായിരുന്നു ഈ പറയുന്ന പാർട്ടി നേതാവിന്റെ ലക്ഷ്യമെന്ന് നമുക്കറിയാം, ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് പിന്നെ അടിച്ചമർത്തിയില്ല എന്ന് ചോദിച്ചാൽ ചില തന്ത്രങ്ങളുണ്ട്. രാജ്യം ഭരിക്കുമ്പോൾ ചില തന്ത്രങ്ങൾ, ആ തന്ത്രങ്ങളായിരുന്നു നമ്മുടെ കേന്ദ്ര സർക്കാർ മുട്ടുമടക്കിയത്. അതല്ലായിരുന്നെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് ഞാൻ ഇതിന്റെ മുമ്പേ പല വീഡിയോകളും പറഞ്ഞിട്ടുള്ളതാണ്. അതല്ലായിരുന്നുവെങ്കിൽ ആ ദിവസം ഈ പറയുന്ന പ്രക്ഷോഭകരുടെ മുഴുവൻ ആവശ്യങ്ങളും ഞങ്ങളിതാ അംഗീകരിച്ചിരിക്കുന്നു എന്ന് കേന്ദ്ര സർക്കാർ അങ്ങനെ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഒരു 3-4 ദിവസത്തിനകം ഇവിടെ നിരവധി വിദ്യാർത്ഥികളെ വെടിവെച്ചു കൊല്ലുമായിരുന്നു ഈ പറയുന്ന പാക് ഭീകരന്മാർ.
നമ്മുടെ സൈനികരുടെ വേഷത്തിൽ, നമ്മുടെ പോലീസുകാരുടെ വേഷത്തിൽ എത്തിയിട്ട് എന്നിട്ട് ആ കുറ്റം മുഴുവൻ നമ്മുടെ സൈനികർക്ക്, നമ്മുടെ പോലീസുകാരുടെ ചുമതലയാകുമായിരുന്നു. അവസാനം പറയുന്നതാണ് നരേന്ദ്രമോദിയുടെ പോലീസ്, നരേന്ദ്രമോദിയുടെ സൈനികർ ഇതാ ഇവിടുത്തെ വിദ്യാർത്ഥികളെ മുഴുവൻ വെടിവെച്ച് കൊല്ലുന്നു, ഇന്ത്യയിലെ ജനാധിപത്യം തകർന്നിരിക്കുന്നു, നരേന്ദ്രമോദി രാജിവെക്കണം. ഇതായിരുന്നില്ലേ ലക്ഷ്യം? ഇതായിരുന്നില്ലേ നരേന്ദ്രമോദി സർക്കാർ പൊളിച്ചത്? അതില് ആകെ കലിപ്പൂണ്ട് എത്ര ദിവസമായി മാതൃഭൂമി ഈ പാറ്റാക്കൂറ സിന്ദാബാദ് വിളിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് ഉടുപ്പില്ലേ? തിരുത്തൽ വേണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത്. തിരുത്തൽ വേണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത്. പാറ്റകൾ തിരുത്തൽ വേണം. ക്വിറ്റ് ഇന്ത്യ സമര യുവാക്കളുടെ ചോര തന്നെയാണ് അവരുടെ ശരി. പറഞ്ഞിട്ടും മാത്രം മതിയാവുന്നില്ല. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത യുവാക്കളുടെ ചോര തന്നെയാണ് അത്രേ അഭിജിത് ദീപ്കയുടെ ആസനത്തിലുള്ളത്. അത്ര ക്വിറ്റ് ഇന്ത്യ സമര യുവാക്കളുടെ ചോര തന്നെയാണ് അവരുടെ സിരകളിലും ഒഴുകുന്നത്. കുട്ടികളായതുകൊണ്ട് തന്നെ നീ അത് കഴിഞ്ഞിട്ട് കുട്ടികളായതുകൊണ്ട് തന്നെ സമരത്തിൽ പോരായ്മകൾ ഉണ്ടാവാം, തെറ്റുകൾ പറ്റിയിരിക്കാം. കുട്ടികളല്ലേ, ശിശുക്കളല്ലേ, അവരുടെ സമരത്തിൽ ചിലപ്പോൾ തെറ്റുകൾ പറ്റിയിരിക്കാം. അതൊക്കെ നമ്മൾ പൊറുക്കണ്ടേ എന്നാണ് പത്രം ചോദിക്കുന്നത്. കുട്ടികളായതുകൊണ്ട് തന്നെ സമരത്തിൽ പോരായ്മകൾ ഉണ്ടാവാം, തെറ്റുകളും പറ്റിയിരിക്കാം. അതിന്റെ പേരിൽ അവരെ തീവ്രവാദികളാക്കുകയല്ല പരിഹാരം. അവരെ ക്ഷമയോടെ ശ്രദ്ധയോടെ കേൾക്കണം. യുവാക്കളെ കേൾക്കാതെ ഈ രാജ്യത്തിന് മുന്നോട്ട് പോകാനാവില്ല. ഒക്കെ ശരി തന്നെയോ, യുവാക്കളെ കേൾക്കണം. അതാണ് മോഹൻ ഭഗവത് പറഞ്ഞത്, യുവാക്കളെ കേൾക്കണം. അതല്ലാതെ കൂറകളെ കേൾക്കണമെന്നല്ല, പാറ്റകളെ കേൾക്കണമെന്നല്ല, ISI ഭീകരരുടെ ചൊൽപ്പടിക്ക് നിൽക്കണമെന്നല്ല, ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകരരുടെ ചൊൽപ്പടിക്ക് നിൽക്കണമെന്നല്ല. നമ്മുടെ രാജ്യത്തിന് അറിയാം, പ്രധാനമന്ത്രിക്ക് അറിയാം, നരേന്ദ്രമോദിക്ക് അറിയാം, അമിത്ഷാക്ക് അറിയാം, മോഹൻ ഭഗവതിന് അറിയാം, RSSന് അറിയാം, BJPക്ക് അറിയാം. അവരെ പഠിപ്പിക്കാൻ ആയിട്ടില്ല കേട്ടോ. അവരെ പഠിപ്പിക്കാൻ അഭിജിത് ദീപ്ക ആയിട്ടില്ല. എന്നിട്ട് അവസാനം അതൊക്കെ RSSന്റെ തലയിലിടുകയാണ്. കേന്ദ്രഭരണത്തെ നിയന്ത്രിക്കുന്ന RSS അത് തിരിച്ചറിഞ്ഞതിന്റെ ലക്ഷണമാണ് അതിന്റെ നേതാവ് മോഹൻ ഭാഗവത് നടത്തിയ പരാമർശങ്ങൾ. മോഹൻ ഭാഗവത് എന്താണ് പറഞ്ഞത്? പാർട്ടി പാർട്ടികൾ നല്ല സംഭവം ചെയ്തു എന്നാ പറഞ്ഞത്. യുവാക്കളെയാണ് അദ്ദേഹം അഭിസംബോധന ചെയ്തത്. യുവാക്കൾ പറയുന്നത് കേൾക്കണം എന്ന് പറയുന്നത് ശരിയല്ലേ? യുവാക്കൾ പറയുന്നത് കേൾക്കണ്ടേ? യുവാക്കൾ എന്ന് പറയുന്നത് ആരാണ്? യുവാക്കൾ എന്ന് പറയുന്നത് കൃത്യം ഈ അവിടെ ചെന്ന ഈ ജന്തർ മന്ദറിൽ ചെന്ന വേടനും രഞ്ജിത്ത് ഹരിദാസും മാത്രമാണ് ഇവിടുത്തെ യുവാക്കൾ. അതല്ലാതെ ഇവിടെ എത്ര യുവാക്കളുണ്ട്? അവര് മുഴുവനും ജന്തർ മന്ദറിലായിരുന്നു. തീർന്നിട്ടില്ല. വേറൊന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ജന്തർ മന്ദർ ഒരു സമാന പാഠം, ജന്തർ മന്ദർ ഒരു സമാന പാഠം എന്ന് പറഞ്ഞിട്ട് ആർതാണെന്നറിയോ? നേഹ ബോറ ആരാണെന്ന് ചോദിച്ചാൽ ദേശീയ പ്രസിഡന്റ്, ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് അസോസിയേഷൻ ഐസയുടെ ദേശീയ പ്രസിഡന്റായ നേഹ ബോറയുടെ ഇൻക്ലാബ് സിന്ദാബാദ് വിളിച്ച ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ജന്തർ മന്ദർ ഒരു സമാന പാഠം. ഇപ്പം ഇത് പിന്നെ ഒരു ലേഖനമാണെന്ന് വിചാരിക്കാം, ഒരു ലേഖനമാണെന്ന് വിചാരിക്കാം. ഇതിന് അങ്ങേപ്പോഴാണ് ഈ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഞാനത് ഇതിൽ പറയുന്നില്ല. ഈ വീഡിയോ അത്യാവശ്യം നീണ്ടുപോയത് കൊണ്ട് ഈ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയാം. ഏതായാലും ഈ ലേഖനം അതിന്റെ താഴെ ശശി തരൂരിന്റെ ഒരു ലേഖനം താഴെ ഉണ്ട് കേട്ടോ. ശശി തരൂരിനൊക്കെ അവർ ചവിട്ടിത്താഴ്ത്തി ഒരു മിഡിൽ പീസ് ആക്കിയിട്ട്, പത്രത്തിന്റെ മിഡിൽ പീസ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആർട്ടിക്കൽ കൊടുക്കുന്ന സ്ഥലമാണ് ഈ മിഡിൽ പീസ്. അങ്ങനെ പത്രത്തിന്റെ മിഡിൽ പീസിലേക്ക് ശശി തരൂരിനെ ഒതുക്കിയിട്ട് മുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സീരിയസ് ലേഖനം കൊടുക്കുന്ന സ്ഥലത്ത് നേഹ ബോറ എന്ന് പറയുന്ന ഐസയുടെ ഈ പറയുന്ന സഖാത്തിയുടെ പടവും ലേഖനവും കൊടുത്തുകൊണ്ട് മാതൃഭൂമി തങ്ങളുടെ പക്ഷം, ഏതു പക്ഷമാണ്? തങ്ങൾ ഈ രാജ്യത്തിനെതിരാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് ഒരിക്കൽ കൂടി. ഞാനത് വെറുതെ പറയുകയില്ല. ഇതാ വസ്തുതകളുടെ വെളിച്ചത്തിലാണ് പറയുന്നത് കേട്ടോ. ഇന്ന് ആഗസ്റ്റ് 8 തീയതിയുടെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് കേരളകൗമുദി അതിന്റെ ടോപ്പ് ബാർ സ്വാതന്ത്ര്യത്തിലേക്ക് നീണ്ട പാത എന്നാണ്. സ്വാതന്ത്ര്യത്തിലേക്ക് നീണ്ട പാത. ക്വിറ്റ് ഇന്ത്യ സമരം at 84. 84 വർഷങ്ങൾ പിന്നിടുകയാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിന്. മുംബൈയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് 1942 ആഗസ്റ്റ് 8 മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയ ക്വിറ്റ് ഇന്ത്യ, അതായത് ഇന്ത്യ വിടുക സമരത്തിന്റെ 84ാം വാർഷികം ഇന്ന് രാജ്യം സമുചിതമായി ആചരിക്കും. ഇന്ത്യയെ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് സ്വതന്ത്രമാക്കാൻ നിർണായക പങ്കുവഹിച്ച സമരമാണിത്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്നതായിരുന്നു ഗാന്ധിജി സമരഭടന്മാർക്ക് നൽകിയ മുദ്രാവാക്യ സദൃശമായ സന്ദേശം. അങ്ങനെ കേരളകൗമുദി ആ പത്രത്തിന്റെ മാസ്റ്റേറ്റ് ഉൾപ്പെടെ
നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ദീപ്തമായ സ്മരണകളിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ് കേട്ടോ. അപ്പോഴാണ് മാതൃഭൂമി എന്ന് പറയുന്ന ദേശവിരുദ്ധ പത്രം, എന്താണ് ദേശവിരുദ്ധ പത്രം, ഇത് വലിയ ദേശീയ പ്രസ്ഥാനത്തിന് ഊർജം പകർന്ന പത്രം ഒക്കെ ആയിരുന്നു അല്ലെ ഒരു കാലത്ത്. ഇന്ന് നമ്മുടെ രാജ്യത്തെ ശിഥിലമാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ രാജ്യത്തെ അപകടത്തിലാക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെ ശ്രമിക്കുന്നുണ്ടോ അവർക്കൊക്കെ ഊർജം പകരുന്ന പത്രമായി മാതൃഭൂമി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം ഞാൻ പല വീഡിയോകളിലൂടെയും ഞാൻ പറഞ്ഞു. ഓരോ ദിവസവും ഞാൻ കരുതും വേണ്ട 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 എന്ന് കരുതുമ്പോഴും ഈ പത്രം പറയിപ്പിക്കുകയാണ്. പറഞ്ഞേ തീരൂ, ആരെങ്കിലുമൊക്കെ പറയണ്ടേ. ഇതാ അങ്ങനെ